ഹായ്, ഞാൻ സലു. ഇന്ന് കാണിക്കുന്ന വീഡിയോ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ്. എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ നല്ലൊരു ജൈവവളം ഒരു രൂപ പോലും ചെലവില്ലാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമുക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് ജാൻസി മാഡം ആണ്. കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് നല്ല കമൻസ് കിട്ടി, അതും നല്ല ലെങ്തി ആയിട്ടുള്ള കമൻസ് ഒക്കെ ഒരുപാട് പേര് അയച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേർക്ക് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു കഴിഞ്ഞത്. അതിൽ ഒരുപാട് നന്ദി. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബോൾസത്തിൻ്റെ സീഡ് ആയിക്കഴിഞ്ഞാൽ നിങ്ങളെ അറിയിക്കാമെന്നത്. ഇപ്പം നമ്മുടെ സീഡൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാർക്ക് മാത്രമാണ് നമുക്ക് തരാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ ഇടയ്ക്ക് ഞാൻ പറയുന്നതായിരിക്കും. അതുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ചെടികളിൽ ധാരാളം പൂക്കളുണ്ടാകാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന വളപ്രയോഗ രീതി അല്ലെങ്കിൽ എൻ്റെ വളപ്രയോഗത്തിൻ്റെ രീതി ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ ഞാൻ കൂടുതലും NPK വളങ്ങളായ രാസവളങ്ങളായ 19 അതുപോലെ ഹോർമോണുകൾ, നമ്മുടെ ഗ്രീൻ കെയർ, മിറക്കിൾ ഇവയൊക്കെയാണ് ഞാൻ പരിചയപ്പെടുത്തിയത്. അപ്പോൾ കൂടുതലും ആളുകൾക്ക് അത് അവൈലബിൾ അല്ല എന്നുള്ളൊരു വിഷമം കമൻറ്റ് ബോക്സിലൊക്കെ കണ്ടിരുന്നു. അപ്പോൾ ഞാൻ ഈ സീസൺ, അതായത് പൂക്കളുണ്ടാകുന്ന ഒരു നല്ലൊരു സീസണാണിപ്പോൾ. ഈ സീസണിൽ ഞാൻ എൻ്റെ തോട്ടത്തിൽ പരീക്ഷിച്ച് എനിക്ക് ഒത്തിരിയേറെ റിസൾട്ട് കിട്ടിയ ഒരു ജൈവ വളം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ കളഞ്ഞിടുന്ന വേസ്റ്റിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയെടുത്ത വളത്തിൻ്റെ ഒരു കാര്യമാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അത് ലിക്വിഡ് രൂപത്തിലാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഇന്ന് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഇത് നമ്മുടെ വീട്ടിൽ നിറ്റേര് ഉണ്ടാകുന്ന സബോളയുടെ തൊണ്ടാണ്. സബോളയുടെ ഉണ്ട്, വെളുത്തുള്ളിയുടെ ഉണ്ട്. ഇത് നമുക്ക് വലിയ പൈസ, ഇതിനു വേണ്ടി പ്രത്യേകമായിട്ടൊരു പൈസ മുടക്കി നമുക്കിത് വാങ്ങേണ്ട കാര്യമില്ല, എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇതെന്താ ചെയ്യുന്നത്, ഇതിനകത്ത് NPK മൂലകങ്ങൾ ഒത്തിരി അടങ്ങിയിരിക്കുന്നുണ്ട്. നമ്മുടെ ചെടികൾക്ക് ആവശ്യമായിട്ട് പൂടാനായിട്ട് ആവശ്യമുള്ള ഒത്തിരി മൂലകങ്ങൾ ഈ സവാളത്തൊണ്ടിൽ, ഉള്ളിത്തൊണ്ടിൽ, അതായത് വെളുത്തുള്ളിയുടെ തൊണ്ടിൽ, ഉള്ളിത്തൊണ്ടിലും ചെറുള്ളിയുടെയൊക്കെ തൊണ്ടിലുണ്ട്. അപ്പം ഞാനിത് പല ദിവസങ്ങളായിട്ട് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഈ തൊണ്ടുകൾ. അപ്പം ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതിനകത്ത് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അടച്ചു വയ്ക്കും. അത് കഴിഞ്ഞ് ഒരു 2 ദിവസം, മാക്സിമം 2 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഇതിൻ്റെ വെള്ളം അരിച്ചെടുത്ത് നമ്മൾ അതിൻ്റെ കൂടെ ഇപ്പോൾ ഇതിൽ എത്ര നമ്മൾ നിറച്ച് വെള്ളം എടുത്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ 2 പാത്രം കൂടി വെള്ളം ചേർത്ത് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ പൂക്കാനായിട്ട് മടിക്കുന്ന ചെടികൾക്ക് വളരെ നല്ലതാണെന്ന് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. നിങ്ങളിത് പല വീഡിയോകളിലൊക്കെ കണ്ടു കാണും, അവർ ചെയ്യുന്നതും കണ്ടു കാണും. എങ്കിലും ചില ആളുകൾക്ക് ഇപ്പോഴും നമ്മൾക്ക് ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ ഗുണമെന്നുള്ളത് അറിയില്ല. അപ്പോൾ മിക്കവാറും ഞാനിങ്ങനെ പോസ്റ്റുകളൊക്കെ ഇടുമ്പോഴേ, അല്ലെങ്കിൽ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഞങ്ങളുടെ വീട്ടിലിപ്പോൾ ചെടികൾ ഇതുപോലെ പൂക്കുന്നില്ല, എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കും. അപ്പം ഞാനിപ്പോഴും 19 പോലെയുള്ള NPK വളങ്ങൾ പറയുമ്പോൾ അവർ പറയും രാസവളം അല്ലേ എന്നൊക്കെ പറയും. വേണ്ട, നമുക്ക് അത്യാവശ്യം നമ്മുടെ വീട്ടിൽ നമുക്ക് വലിയ മുതൽ മുടക്കില്ലാതെ കിട്ടുന്ന 2 വളങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഒന്ന് നമ്മുടെ സബോളത്തൊണ്ട്, ഉള്ളിത്തൊണ്ട്, വെളുത്തുള്ളിയുടെ തൊണ്ടൊക്കെ ഇതുപോലെ കളക്ട് ചെയ്ത് വയ്ക്കാം. ഇതെന്തിനാണ് നമ്മൾ ഈ പാത്രത്തിൽ ഇങ്ങനെ ടിന്നിൽ കളക്ട് ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങൾക്കറിയാലോ, ഇത് സബോള തന്നെ നമ്മൾ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിറച്ച് പ്രാണികൾ വരും. അപ്പോൾ അത് പുഴുവൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതില്ലാതിരിക്കാൻ ഞാൻ ഓരോ ദിവസവും ഇതുപോലെ ഉണ്ടാവുന്നത് എടുത്ത് അടച്ചു വയ്ക്കും. ഇനിയിപ്പോൾ ഇതിൽ ഞാൻ വെള്ളം ഒഴിച്ച് നിറച്ച് വെച്ചിട്ടാണ് 2 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ തുറന്ന് നമ്മൾ ഇതേപോലെ വെള്ളം ചേർത്ത് ഒഴിക്കാൻ പോണത്. അത് കടക്കി, അതായത് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം, സ്പ്രേയും ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി വേറൊരെണ്ണം ഇതാണ്, നമ്മൾ എന്നും കഴിക്കുന്ന, മിക്കവാറും വീടുകളിൽ എല്ലാ ദിവസവും നേന്ത്രപ്പഴം അല്ലെങ്കിൽ ഏത് തരം പഴവും നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ആ പഴത്തിൻ്റെ തൊലി ഞാൻ അരിഞ്ഞിട്ട് വെച്ചിരിക്കുന്നതാണ് കണ്ടോ. ഇതിനും വലിയ പൈസ മുതൽ മുടക്കൊന്നുമില്ല. ഇതിനകത്ത് പൊട്ടാസ്യത്തിൻ്റെ കലവറയാണെന്നറിയാലോ ഏത്തപ്പഴം, നമ്മുടെ നേന്ത്രപ്പഴം. അപ്പോൾ അതിൻ്റെയും ഏതും പഴത്തിൻ്റെ ആയാലും ഞാൻ തൊണ്ടൊന്നും കളയില്ല, ഇതുപോലെ തന്നെ അരിഞ്ഞു വെച്ചേക്കും. വെള്ളമൊഴിച്ച് ഒരു 2 ദിവസം അടച്ചു വെച്ചിട്ട് അതിനകത്ത് ഇതുപോലെ തന്നെ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉള്ളിത്തൊണ്ടിൽ അതേ രീതിയിൽ തന്നെ, ഇപ്പം ഇതുപോലെ ഒരു പാത്രത്തിൽ വെള്ളം ഉണ്ടെങ്കിൽ ഞാൻ ചേർക്കുന്നത് ഇതേപോലെ തന്നെ ഈ പാത്രത്തിൽ 2 പ്രാവശ്യം കൂടി വെള്ളം ഇതിനകത്തേക്ക് ഒഴിക്കും. അങ്ങനെ നേർപ്പിച്ച് ചുവട്ടിലും അതുപോലെ സ്പ്രേയും ചെയ്ത് കൊടുത്താൽ മിക്കവാറും പൂടാൻ മടിച്ച് നിൽക്കുന്ന ചെടികളെല്ലാം പൂവിട്ട് കിട്ടിയിട്ടുണ്ട്. അതെൻ്റെ അനുഭവമാണ് കേട്ടോ. അപ്പോൾ മിക്കവാറും ഞാൻ ഈ പറയുന്ന മിക്ക വളങ്ങളും നിങ്ങൾ പറയുക ഇത് രാസവളം അല്ലാതെ എവിടെ നിന്ന് മേടിക്കാൻ കിട്ടുമെന്ന്, അപ്പോൾ വിഷമിക്കണ്ട, ഇത് ചെയ്തോളൂ. പിന്നെ വർഷക്കാലത്ത് നമ്മൾ എത്രയൊക്കെ ട്രൈ ചെയ്താലും ഇതൊക്കെ ഒഴിച്ചാലും വർഷക്കാലത്ത് ഏത് ചെടിക്കും പൂവിടുന്നത് കുറച്ച് മടിയാണ്. അപ്പോൾ ഈ സീസൺ പൂക്കളുടെ സീസണാണ്, നമുക്ക് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.
അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഞാനിപ്പോൾ ഇതിനകത്ത് വെള്ളമൊഴിച്ച് അതുപോലെ അടച്ച് വെക്കാൻ പോവാണ് 2 ദിവസം കേട്ടോ. നിറച്ചൊഴിച്ചോളൂ. ഇത് നമ്മൾ അടച്ചു വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിൽ പ്രാണികളും പുഴുക്കളും ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെയും കൂടി ഒരു സേഫ്റ്റിക്കും പിന്നെ എന്താ പറയുക ഒരു മണമൊന്നും പുറത്തേക്ക് വരാതിരിക്കാനും ഇതിലത്തെ പ്രവർത്തനം നന്നായിട്ട് നടക്കാനുമാണ് കേട്ടോ. ഇങ്ങനെയൊന്ന് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഒന്ന് ശ്രമിച്ച് നോക്കൂ കേട്ടോ. നല്ല റിസൾട്ട് കിട്ടും. പഴത്തിൻ്റെ തൊലിയും അതുപോലെ സബോളത്തൊണ്ടൊക്കെ 2 ദിവസം കഴിഞ്ഞ് ഞാൻ ഇത് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ചണ്ടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ചണ്ടി നമ്മൾ ഏതെങ്കിലും വലിയ ചട്ടികളിൽ നമ്മൾ ഇട്ടിട്ട് മണ്ണിട്ട് മൂടി കൊടുക്കാം. അതല്ലെങ്കിൽ തെങ്ങിൻ്റെയോ മാവിൻ്റെയോ ഒക്കെ കടയിൽ നമുക്ക് ഇത് വീണ്ടും വളമായിട്ട് തന്നെ കിട്ടും. അത് ഇനി വെള്ളത്തിലിട്ട് വെക്കണ്ട. ഇതിൻ്റെ ഏകദേശം നമുക്ക് കിട്ടേണ്ട സത്തുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സബോളയുടെ തൊണ്ടിട്ട് വെച്ചിരുന്ന ബോട്ടിൽ. വെള്ളം കണ്ടല്ലോ, അരിച്ചെടുത്തപ്പോൾ ഇത്രയും കിട്ടി. അപ്പോൾ ഇനി ഒരു ബക്കറ്റിൽ നമ്മൾ ആ ബോട്ടിലിൻ്റെ തന്നെ 2 ഇരട്ടി, അതായത് 2 പാത്രം ഇതുപോലത്തെ 2 ഫുൾ പാത്രം അളവിൽ വെള്ളം ബക്കറ്റിൽ എടുത്തിട്ടുണ്ട്. ആ ബക്കറ്റിലേക്ക് നമ്മൾ ഈ അരിച്ചെടുത്ത 2 ദിവസം വെള്ളത്തിലിട്ട് ചീച്ച വെള്ളം അരിച്ചെടുത്തതിലേക്ക് ഒഴിക്കുക. ഇതാണ് നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ചെടിക്കും ഒഴിച്ചു കൊടുക്കാം, അതുപോലെ സ്പ്രേയറിൽ ചേർത്ത് നമുക്ക് സ്പ്രേ ചെയ്തും ഇതിനകത്ത് ബോട്ടിൽ ഒഴിച്ച് സ്പ്രേ ചെയ്തും കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. പഴത്തിൻ്റെ തൊണ്ട് അതുപോലെ സബോളത്തൊണ്ടൊക്കെ വെള്ളത്തിലിട്ട് നമ്മൾ 2 ദിവസം കുതിർത്തി അത് നമ്മൾ അരിച്ചെടുത്തു. അതിനകത്ത് ആ എടുത്ത അളവിൽ നമ്മൾ എത്ര അളവിലാണോ വെള്ളം കിട്ടിയത് അതിൻ്റെ 2 ഇരട്ടി വെള്ളം ചേർത്ത് ഡൈലൂട്ട് ചെയ്തു. അങ്ങനെ ഡൈലൂട്ട് ചെയ്തെടുത്ത പഴത്തിൻ്റെ തൊലിയുടെ വെള്ളത്തിൻ്റെ ഡൈലൂട്ട് ചെയ്തെടുത്ത ദ്രാവകമാണിത്. ഞാനിത് നമുക്ക് ചെടികളിൽ എങ്ങനെയാണ് സ്പ്രേ ചെയ്യുന്നത്. ഇപ്പോൾ ഇത് കണ്ടല്ലോ, ഇത് ഒത്തിരി പൂവായി കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇത് ഞാൻ കുറേ ഒഴിച്ചു കൊടുത്തതാണ്. എൻ്റെ കടയ്ക്ക് ഒഴിച്ചു കൊടുത്തു, അതുപോലെ ഇതുപോലെ സ്പ്രേ ചെയ്തും കൊടുത്തതാണ്. അപ്പോൾ ഞാനിപ്പോൾ വേറെ പുതിയത് നട്ടിരിക്കുന്നതാണിത് 10 മണികൾ. അപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. അതായത് നമ്മൾ ചുവട്ടിലും അതിൻ്റെ ഇലകളിലും ലീഫിലും അതിൻ്റെ തണ്ടിലും അതിൻ്റെ മുകളങ്ങളിലും ഒക്കെ വീഴാവുന്ന രീതിയിൽ ഇത് സ്പ്രേ ചെയ്തോളൂ കേട്ടോ. അതായത് ഈ ഓർഗാനിക് ഒരു കുഴപ്പവുമില്ല. നമുക്ക് അതിൻ്റെ തണ്ടിലും ഇലയിലും മുട്ട് ആയി വരുന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഇതിനൊരു ടെൻഡൻസിയാണ് ഇതിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ കുറേ ഇപ്പോൾ 10 മണികളൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനകത്തൊക്കെ ചെയ്യണം. എല്ലാവരും ഇത് പരീക്ഷിച്ചോളൂ. നമുക്കൊരു കുഴപ്പമില്ല. ചെടി നല്ല കരുത്തായിട്ട് വളർന്നോളും. അതുപോലെ നല്ല ബുഷിയായിട്ട് നല്ല രസമായിട്ട് പൂക്കൾ ഉണ്ടായി വന്നോളൂ കേട്ടോ. ഞാൻ ഇങ്ങനെയുള്ള എല്ലാ ചെടികൾക്കും ഇപ്പോൾ ഇതാണ് ചെയ്യുന്നത്. വേനൽക്കാലത്ത് നമുക്ക് ഇങ്ങനത്തെ ഓർഗാനിക് ഫെർട്ടിലൈസർ കൊടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ധൈര്യമായിട്ട് ചെയ്തോ. നമുക്ക് NPK വളം ഇപ്പോൾ പുറത്തുനിന്ന് 19 പൈസ കൊടുത്ത് വാങ്ങണമെന്ന് ബുദ്ധിമുട്ടുള്ളവർക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു വളമാണ് ഈ പഴത്തൊലിയുടെയും തൊലിയുടെയൊക്കെ ഈ ഓർഗാനിക് ഫെർട്ടിലൈസർ കേട്ടോ. 10 മണികൾക്ക് മാത്രമല്ല, മിക്കവാറും എല്ലാ ചെടികൾക്കും തന്നെ നിങ്ങൾ സ്പ്രേ ചെയ്തോളൂ. ഇതൊക്കെ ബിഗോണിയെ പൂവിടാനായിട്ട് റെഡിയായി വരുന്നതാണ്. അപ്പോൾ നമുക്ക് അതിനകത്തും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾ പഴത്തിൻ്റെ തൊലിയും ഇതും സബോളത്തൊണ്ടും ഇട്ട് വെച്ച് പിറ്റേ ദിവസം 2 ദിവസം നമ്മൾ എടുക്കുന്നവരെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. കാരണം സബോളത്തൊണ്ടൊക്കെ പഴത്തൊണ്ടൊക്കെ പൊന്തി കിടക്കുകയുള്ളൂ. അപ്പോൾ നമ്മളൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അവ ചീഞ്ഞ് അതിൻ്റെ എല്ലാ മൂലകങ്ങളും വെള്ളത്തിലേക്ക് കിട്ടാനായിട്ട് സഹായിക്കും. ആ കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. അപ്പോൾ അതുകൂടി ഒന്ന് ചെയ്തോളൂ. അതുപോലെ നമുക്ക് ആന്തൂറിയത്തിന് ഓർക്കിഡിനെല്ലാം ഈ വളം നല്ലതാണ് കേട്ടോ. ഞാനെല്ലാം ഈ ചെടികൾക്ക് ഇപ്പോൾ ഇതാണ് ചെയ്തു കൊടുക്കുന്നത്. 19 ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് രാസവളമാണ്. വളരെ ചൂടല്ലേ, അപ്പോൾ ചെടികൾ നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് നമുക്കിപ്പോൾ തൽക്കാലം ഈ നല്ല ചൂട് മാറുന്നവരെ ഇതുപോലെയുള്ള ഓർഗാനിക് ഫെർട്ടിലൈസർ ഒഴിച്ച് കൊടുക്കുന്നതാണ് നല്ലത്. ഒഴിച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെയൊക്കെ ആന്തൂറിയും ഓർക്കിഡിനൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോൾ വേരിൽ അവയുടെ മുകളിൽ നിൽക്കുന്ന വേരുകളുണ്ടല്ലോ, അതിൽ ഒഴിച്ചു കൊടുക്കാൻ നോക്കണേ. അല്ലെങ്കിൽ ലീഫിൽ പൂവുണ്ടായി വന്ന ലീഫിലോ അല്ലെങ്കിൽ അതിൻ്റെ ഇതിലേക്ക് ഒന്നും ഒഴിച്ചു കൊടുക്കാതെ അതിൻ്റെ വേര് ഭാഗം ഉണ്ടാവുന്ന സ്ഥലത്തേക്ക് മാത്രം സ്പ്രേ ചെയ്യുക. പഴത്തിൻ്റെ തൊണ്ടിലും അതുപോലെ ഈ സബോളയുടെ തൊണ്ടിലൊക്കെ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിരിക്കുന്നുണ്ട്. ധാരാളം മൂലകങ്ങൾ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, മഗ്നീഷ്യം, ഇതിൻ്റെയൊക്കെ ഒരു കലവറ തന്നെയാണ്. അതുകൊണ്ട് ഈ ജൈവവളം
നമുക്ക് പച്ചക്കറികൾക്കും വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ ഈ പച്ചക്കറികളുടെ നമുക്ക് പച്ചക്കറി നടുമ്പോൾ അതിനൊരു വെള്ള മുഞ്ഞ അതുപോലെ ചെടികളുമേ വരാറുണ്ട്, 10 മണികളുമൊക്കെ. അതിനും നിങ്ങൾ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തോളൂ. വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് ഒത്തിരി വെള്ള മുഞ്ഞ വന്നിരിക്കാറുണ്ട്. അപ്പോൾ അതിന് ഞാനിത് സ്പ്രേ ചെയ്ത് കൊടുത്തപ്പോൾ കുറഞ്ഞതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ആൻറ്റി ഓക്സിഡൻറ്റ്സ് അതിന് വേണ്ടിയിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കാം ഈ വെള്ള മുഞ്ഞയൊക്കെ, വെള്ള കളറിലുള്ളൊരു പ്രാണിയൊക്കെ പോയി കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് പച്ചക്കറികൾക്കും ചെടികൾക്കും ഒക്കെ ഈ ജൈവവളം ഒന്ന് പരീക്ഷിച്ചോളൂ. നമുക്ക് ഒരു മുതൽ മുടക്കുമില്ല, ഒരു പൈസ ചിലവുമില്ലാതെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ബോൾസം പ്ലാന്റിൻ്റെ സീഡ്സ് വേണ്ടവർ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഈ വീഡിയോയെക്കുറിച്ചുള്ളൊരു അഭിപ്രായം പറയുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ പേരും നിങ്ങളുടെ സ്ഥലവും മെൻഷൻ ചെയ്യുക. ഒരു കാരണവശാലും നിങ്ങളുടെ അഡ്രസ്സോ ഫോൺ നമ്പറോ അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യരുത്. 2021 ഫെബ്രുവരി 15-നകത്തുള്ള മെസ്സേജസ് ആയിരിക്കും നമ്മൾ നോക്കുന്നത്. അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന 10 പേർക്കായിരിക്കും നമ്മൾ ഫ്രീ ആയിട്ട് ബോൾസത്തിൻ്റെ സീഡ്സ് അയച്ചു തരുന്നത്.